പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആശുപത്രി കിടക്കയിൽ ഒരു കുഞ്ഞിനെ കാണാൻ പോയതാണ്. അവൾ പറയുന്നുണ്ട്, എനിക്ക് ഈശോയോട് സ്നേഹമാണല്ലോ, എനിക്ക് ഈശോയോട് സ്നേഹമാണല്ലോ. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അവളുടെ വീട്ടിൽ അവരെ കാണാൻ പോകുമ്പോൾ ഒരു കുഞ്ഞു വീടാണ്. അപ്പന് കുറച്ച് ദിവസമായിട്ട് ജോലിയില്ല, അമ്മ പോകുന്നുണ്ട് ഏതൊരു ഹോസ്പിറ്റലിലെ തൂപ്പുകാരിയൊക്കെ ആയിട്ട്. ഒരു കുടുംബം അങ്ങനെ കഷ്ടിച്ചരിഷ്ടിച്ചൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് കുഞ്ഞിന് അസുഖം വരണേ. അമ്മയ്ക്ക് നോക്കാൻ നിന്നേ പറ്റുള്ളൂ. കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞ അതേ വാചകം ഇവരുടെ രണ്ടുപേരുടെയും നാവിൽ നിന്ന് പലതവണയായി നമ്മൾ വീണ്ടും കേൾക്കുന്നുണ്ട്. എനിക്ക് ഈശോയോട് സ്നേഹമാണല്ലോ. ഞങ്ങൾക്കെന്ന് പോലും അല്ല പറയണത്, അവർ പലതവണയായിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ആവർത്തിക്കുകയാണ്, എനിക്ക് ഈശോയോട് സ്നേഹമാണല്ലോ. ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മളെ ഇങ്ങനെ നിരന്തരം നമ്മളെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു വചനത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഒന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ പറ്റില്ലെന്ന് എഴുതി വയ്ക്കുന്നത് പൗലോസ്ലീഹയാണ്. ഒരു ക്രിസ്തുവെന്ന് പറയുന്ന താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ഗുരുവിന് വേണ്ടി കാലാകാലത്തോളം അലയാൻ മനസ്സുറപ്പിച്ച് നിശ്ചയിച്ച ഒരാൾ. പോകുന്ന സ്ഥലം ഇന്നതെന്നില്ല, ഇഷ്ടമുള്ള കാണുന്നിടത്തോട്ടൊക്കെ പോകുന്നു, പോകുന്നിടത്തൊക്കെ ക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഇയാൾക്ക് കിട്ടുന്നത് നല്ലതൊന്നുമല്ല. അടിയും ബഹളവും ഒച്ചപ്പാടും തള്ളിപ്പറച്ചിലും വധശിക്ഷയടക്കമുള്ള കാര്യങ്ങൾ, പട്ടിണി, ദുരിതം, ഇങ്ങനെ ഭീഷണി. പൗലോസ്ലീഹ കടന്നുപോയ പ്രയാസങ്ങൾ നമുക്ക് വിവരിക്കാൻ പറ്റാത്തത്. എന്നിട്ട് അങ്ങനെ ഒരുപാട് മർദ്ദനങ്ങൾക്ക് ശേഷം ഒരു കടൽ തീരത്ത് കൊണ്ടുവന്ന് മൃതപ്രായനായ ഈ മനുഷ്യനെ തള്ളിയിട്ടിട്ട് മനുഷ്യർ കടന്നു പോകുമ്പോൾ അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ എഴുതി വയ്ക്കുന്ന വാക്കുകളാണിത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആര് വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? വാൾമുനത്തുമ്പിൽ നഗ്നനായി കിടക്കുന്ന ഒരു മനുഷ്യൻ വിശപ്പോടുകൂടെ ഇരുന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ നിങ്ങൾക്കൊന്നിനും വേർപെടുത്താൻ പറ്റില്ല, എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിനെ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് ജീവിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൻ്റെ സാക്ഷ്യമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഈ ഒരു വചനങ്ങൾ. അതിനുശേഷം ഏറ്റവും അവസാനത്തിലും നമ്മൾ അത് തന്നെ വായിക്കുന്നുണ്ട്. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സ്നേഹം ഒരു തവണ ഒന്ന് അനുഭവിച്ചാൽ, എൻ്റെ തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്നുവെന്നും ചേർത്ത് പിടിക്കുന്നുവെന്നുമുള്ള ആ ഒരു വിശുദ്ധമായ സ്നേഹത്തിലൂടെ നമ്മൾ ഒരു തവണ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയാൽ പിന്നെ വേറൊന്നും നമുക്ക് വേണ്ടെന്ന് നമ്മൾ പറയും. ആ സ്നേഹത്തിൽ നിന്ന് നമ്മളിങ്ങനെ പറിച്ചെടുക്കാനായിട്ട് ഒന്നിനും പറ്റാത്ത വിധത്തിൽ നമ്മൾ ക്രിസ്തുവിനോട് ഇങ്ങനെ ഒട്ടിച്ചേരും. നേരത്തെയും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, എനിക്കിനി സൗഖ്യമൊന്നും വേണ്ട, ഈശോയെ മാത്രം മതി എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചിട്ട്. എനിക്കിനി സൗഖ്യമൊന്നും വേണ്ട, ഈശോയെ മാത്രം മതി. തമ്പുരാനെ അറിഞ്ഞൊരാൾക്ക് പിന്നെ കർത്താവിനോടൊന്ന് ചേർന്നാൽ മാത്രം മതി എന്നുള്ള ചിന്തയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കണേ. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ വലിയൊരു സങ്കടമാണ്. കർത്താവ് ഇങ്ങനെ വല്ലാതെ നെടുവീർപ്പിടുന്നുണ്ട്. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ എത്രയോ ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. പ്രശ്നം വരണത് അവിടെയാണ്. നമ്മളുടെ മുന്നിൽ ഇത്ര വലിയ സ്നേഹത്തിൻ്റെ ആഴവുമായി ദൈവം കാത്തു നിന്നിട്ട് നമുക്ക് ആ കർത്താവിൻ്റെ സ്നേഹം വേണ്ട. മറ്റു പലരുടെയും പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന, സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ ഒരു നിമിഷം കർത്താവിൻ്റെ മുൻപിൽ ചെന്ന് അവിടുത്തെ സ്നേഹം അനുഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം സ്വസ്ഥമാകുമായിരുന്നു, നമ്മളുടെ ജീവിതം എത്രമാത്രം സന്തോഷം നിറഞ്ഞതാകുമായിരുന്നു.
മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എത്ര സമയമാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പലരുടെയും പിന്നാലെ ചില മനുഷ്യരെ ഒന്ന് കൂട്ടുകിട്ടാൻ വേണ്ടി, അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി, അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എത്രയോ യാത്രകളാണ് നമ്മൾ നടത്തുന്നത്, എത്രയോ ദൂരങ്ങളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, എത്ര പണമാണ് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായ ഈ വലിയ വിശുദ്ധമായ മറ്റൊന്നിനും പകരം വയ്ക്കാനില്ലാത്ത ആ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ ചേർത്ത് വയ്ക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്? തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് കണക്ക് പിന്നീട് ഒന്നിനെയും ഭയപ്പെടാനില്ലേ? ആ ചൂടിൻ്റെ ഉള്ളിൽ അവർ സുരക്ഷിതരാണ്. ആകാശത്ത് നിന്ന് വട്ടമിട്ട് പറക്കുന്ന കഴുകന് പോലും അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള, എപ്പോൾ വേണമെങ്കിലും റാഞ്ചാൻ പറ്റുന്ന ഷാർപ്പായിട്ടുള്ള ശത്രുവിന് പോലും എന്നെ തൊടാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ സ്നേഹത്തിൽ ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. എന്നിട്ടും ആ കർത്താവിങ്കിലേക്ക്, അവൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ് ജീവിതം ഇങ്ങനെ സങ്കടപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം, ജീവിതം ഇങ്ങനെ സന്തോഷമില്ലാതെ നമ്മൾ ജീവിച്ചു തീർക്കുന്നതിൻ്റെ കാരണം. പ്രാർത്ഥിച്ചു തുടങ്ങണം, കർത്താവെ നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, നിൻ്റെ സ്നേഹത്തിലേക്കൊന്ന് ചേർന്ന് നിൽക്കാൻ, ഈ ലോകത്തിൽ മറ്റൊന്നിനും പകരം വയ്ക്കാനില്ലാത്ത നിൻ്റെ വിശുദ്ധമായ സ്നേഹത്തെ അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഭർത്താവ് സ്നേഹിക്കുന്നില്ലേ? മക്കൾ മനസ്സിലാക്കുന്നില്ലേ? അമ്മ നമ്മളെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? മാതാപിതാക്കൾ നമ്മളുടെ സ്വപ്നങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടോ? ഈ സമയത്തൊക്കെയും നമ്മളെ ബലപ്പെടുത്താൻ പോകുന്നത്, നമുക്ക് ഉറപ്പ് കിട്ടാൻ പോകുന്നത്, നമുക്ക് കരുത്ത് ലഭിക്കാൻ പോകുന്നത് ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നായിരിക്കും. ഒരാളും മനസ്സിലാക്കിയില്ലെങ്കിലും കർത്താവ് അതാ പറയണേ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റും. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന സ്നേഹത്തിലേക്ക് ജീവിതം ചേർത്ത് വെച്ചവരാണ് ഇന്നും പുഞ്ചിരിയോടുകൂടെ ജീവിക്കുന്നത്, ഇന്നും ഹൃദയത്തിൽ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുന്നത്. കൂടെയുള്ളവർക്ക് ഒരിക്കലും തളർന്നു പോകാത്ത വിധത്തിൽ സുവിശേഷത്തിൻ്റെ കരുത്ത് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, നിന്റെ സ്നേഹം അനുഭവിച്ച മനുഷ്യർക്ക് തളർച്ചയില്ല, സങ്കടങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുണ്ട്, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരാശകളില്ല, നേരെ മറിച്ച് പ്രത്യാശയോടെ ജീവിക്കാനായിട്ടുള്ള ബലമുണ്ട് തമ്പുരാനെ. ആ സ്നേഹം അനുഭവിച്ചറിയാൻ ഈ നിമിഷം ഞങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തൊന്നിനും പകരം വയ്ക്കാനില്ലാത്ത അവിടുത്തെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച് ആ സ്നേഹാശീർവാദം സ്വീകരിക്കാൻ നമുക്ക് മുട്ടിന്മേലായി. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹിച്ചിരുന്ന മനുഷ്യര് നമ്മുടെ കൂടെ ഇല്ലാതാകുമ്പോൾ അവർ നമുക്ക് തന്ന സ്നേഹം കൂടെ ഞാൻ എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ എഴുത്തുകളിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ ഒരിക്കലും എടുത്തു മാറ്റപ്പെടാത്ത സ്നേഹമാണ്. മറ്റുള്ളവർ അകന്നു നിൽക്കുമ്പോൾ നമുക്ക് സങ്കടം അനുഭവിക്കേണ്ടി വരുന്നത്, ശൂന്യത തോന്നുന്നത് നമ്മോട് കൂടെ ആയിരുന്നപ്പോഴുള്ള സ്നേഹം അവരോട് കൂടെ കൊണ്ടുപോയതുകൊണ്ടാണ്. കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ ഒരിക്കലും എടുത്തു മാറ്റപ്പെടാത്ത സ്നേഹമാണ്, ഒരിക്കലും മായ്ക്കപ്പെടാത്ത സ്നേഹം. ആ സ്നേഹത്തിലേക്ക് എന്നെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഇന്ന് ഉറക്കത്തിലേക്ക് പോകാൻ. കർത്താവിൻ്റെ കരങ്ങളിൽ ഇങ്ങനെ സ്നേഹപൂർവ്വം തല ചായിച്ച് കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള വലിയ ഉറപ്പോടും സന്തോഷത്തോടും കൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ